നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഗൾഫിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. വീണ്ടും പരീക്ഷ നടത്തില്ല. പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീട്. ഇന്ത്യയുടെ LPG ടാങ്കർ കപ്പലുകളായ നന്ദാദേവിയും ശിവാലിക്കും അന്താരാഷ്ട്ര സമുദ്ര പരിധിയിൽ പ്രവേശിച്ചു. കപ്പലുകളിലുള്ളത് 46,000 മെട്രിക് ടണ്ണിലധികം ദ്രവീകൃത പെട്രോളിയം വാതകം. 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ നാട്. കേരളം ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെണ്ണൽ മെയ് 4. പ്രചരണത്തിന് ഇനി 24 ദിവസം മാത്രം. അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് ഏപ്രിൽ 9. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടം, ഏപ്രിൽ 23-നും 29-നും. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അരയും തലയും മുറുക്കി രാഷ്ട്രീയ പാർട്ടികൾ. CPM CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിൽ CPM മത്സരിക്കും. 56 MLA-മാർ മത്സര രംഗത്ത്. PBയിൽ നിന്നും പിണറായി വിജയൻ മാത്രം. തളിപ്പറമ്പ് PK ശ്യാമള, പേരാവൂർ KK ശൈലജ, MM മണിക്കും ഷംസീറിനും സീറ്റില്ല. CPIയുടെ 4 മന്ത്രിമാരും മത്സര രംഗത്ത്. പറവൂരിൽ ET ടൈസൺ, തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ, നാട്ടികയിൽ ഗീതാ ഗോപി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയുമായി V ശിവൻകുട്ടിയും VK പ്രശാന്തും ആലങ്കോട് ലീലാകൃഷ്ണനും. ദുർഭരണം അവസാനിക്കാൻ 26 ദിവസം മാത്രമെന്ന് VD സതീശൻ. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ ഉദ്ഘാടനം നടത്തി ആറന്മുള കോഴഞ്ചേരി പാലം. തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനെന്ന വാർത്തകൾക്ക് പിന്നാലെ വിവാദമായതോടെ പാലം ഉദ്ഘാടനം എന്നത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഉദ്ഘാടനം എന്നാക്കി. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ. വാഹനപ്പിഴയിൽ 50% ഇളവ്. ഏപ്രിൽ 30-ന് മുൻപ് അടയ്ക്കണം. 1857 പുതിയ അധ്യാപക തസ്തികകൾ. 60 വയസ്സ് കഴിഞ്ഞ 10,000 കർഷകർ കൂടി 2,000 രൂപ പെൻഷൻ. വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച 13 കുടുംബങ്ങൾക്ക് കൂടി വീട് നൽകാൻ തീരുമാനം. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് തിരിച്ചു. യാത്ര പ്രത്യേകം സജ്ജീകരിച്ച ട്രെയിനിൽ. വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം മെയ് 4-നാണ്. ബംഗാളിൽ ഏപ്രിൽ 23, 29 തീയതികളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുമെന്നും സുതാര്യമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. നാളെ തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങും. മാർച്ച് 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലും ഫലപ്രഖ്യാപനം മെയ് 4-നുണ്ടാകും. കേരളത്തിനൊപ്പം അസമും പുതുച്ചേരിയും ഏപ്രിൽ 9-ന് വിധി എഴുതും. ഏപ്രിൽ 23-നാണ് തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലായി 2 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. All 126 assembly constituencies for Assam, the polling shall be just in one phase, and the polling shall take place on 9th of April, Thursday, 2026.
Puducherry also will go along with Assam and Kerala. The date of poll is 9th April and the counting will be 4th of May. Tamil Nadu, all 234 assembly constituencies will go for poll on 23rd of April in one phase. അനർഹരെ പുറത്താക്കുന്നതോടൊപ്പം അർഹതയുള്ള എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പാക്കുകയാണ് SIR നടപടിയെന്നും കേരളത്തിൽ SIRന് ശേഷം ആകെ 2.70 കോടി വോട്ടർമാരുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇതിൽ 4.24 ലക്ഷം പുതിയ വോട്ടർമാരാണ്. സുതാര്യവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഗുജറാത്ത് ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPM-ഉം CPI-യും 75 പാർട്ടി സ്ഥാനാർത്ഥികളും 11 സ്വതന്ത്രരും ഉൾപ്പെടെ 86 സീറ്റുകളിൽ CPM മത്സരിക്കും. PB-യിൽ നിന്നും പിണറായി വിജയൻ ധർമ്മടത്ത് ജനവിധി തേടും. മുഴുവൻ മന്ത്രിമാരും മത്സരിക്കും. 10 വനിതകളാണ് പട്ടികയിൽ ഇടം നേടിയത്. പാലക്കാട് ഒഴികെയുള്ള 5 മണ്ഡലങ്ങളിൽ സ്വതന്ത്രരെ പിന്നീട് പ്രഖ്യാപിക്കും. വലിയ തർക്കങ്ങളൊന്നും കൂടാതെ അതിവേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. കഴിഞ്ഞ തവണത്തേതുപോലെ ഇക്കുറിയും 86 സീറ്റുകളിൽ CPM മത്സരിക്കും. ഇതിൽ 75 ഇടത്താണ് പാർട്ടി ചിഹ്നത്തിൽ CPM സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക. 11 CPM സ്വതന്ത്രരായിരിക്കും. ഇതിൽ 6 ഇടത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചു. 5 ഇടത്ത് പ്രഖ്യാപനം ഉടനുണ്ടാകും. PB-യിൽ നിന്ന് പിണറായി വിജയൻ മാത്രം വീണ്ടും കളത്തിൽ. മുഴുവൻ മന്ത്രിമാരും ജനവിധി തേടും. മഞ്ചേശ്വരം KR ജയാനന്ദ, ഉദുമ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, കരിയശ്ശേരി സഖാവ് M വിജിൽ, ധർമ്മടം സഖാവ് പിണറായി വിജയൻ, മട്ടന്നൂർ സഖാവ് VK സനോജ്. കുന്നമംഗലം, താനൂർ, വേങ്ങര, നിലമ്പൂർ, തവനൂർ, ചവറ എന്നീ 6 ഇടങ്ങളിൽ സ്വതന്ത്രരെ പ്രഖ്യാപിച്ചപ്പോൾ പാലക്കാട്, കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി, തിരൂർ എന്നീ 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്രരെയാണ് പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത്. ഇതിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന പാലക്കാട് സർപ്രൈസ് സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. 10 വനിതകളാണ് ഇക്കുറി CPM സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന ആദ്യത്തെ പാർട്ടിയായി CPI മാറി. 25 സീറ്റുകളിൽ CPI മത്സരിക്കും. 4 മന്ത്രിമാരും ജനവിധി തേടും. 5 വനിതകൾ ഉൾപ്പെടെ പുതുമുഖങ്ങൾക്കും പരിഗണന നൽകിയ പട്ടികയിൽ മഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാകുന്നത് സ്വതന്ത്രനാണ്. VD സതീഷിനെതിരെ ET ടൈസണും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ TT ജിസ്മോനും കളത്തിൽ ഇറങ്ങും. വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതിനാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ഇക്കുറി CPI റെക്കോർഡ് ഇട്ടു. 25 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു. 4 മന്ത്രിമാരും കളത്തിലിറങ്ങുകയാണ്. 5 വനിതകൾക്കും പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. വിവാദമായ നാട്ടിക മണ്ഡലത്തിൽ ഗീതാ ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി. മഞ്ചേരിയിൽ മുസ്തഫ VM-നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പരീക്ഷിക്കുന്നു. നാട്ടിക സഖാവ് ഗീതാ ഗോപി, കൈപ്പമംഗലം സഖാവ് KK വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ, പറവൂർ സഖാവ് ET ടൈസൺ മാസ്റ്റർ. പ്രമുഖരെ ഉൾപ്പെടുത്തിയും പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയും വനിതകൾക്ക് വേണ്ട പരിഗണന നൽകിയുമാണ് ഇക്കുറി CPI സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയുമായി CPM CPI സ്ഥാനാർത്ഥികൾ. നേമം നിയോജക മണ്ഡലത്തിൽ V ശിവൻകുട്ടിക്ക് വേണ്ടി പ്രചരണം ആരംഭിച്ച LDF. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ റോഡ് ഷോ VK പ്രശാന്ത് AKG സെന്ററിൽ നിന്നുമാണ് ആരംഭിച്ചത്. തൃശൂർ മണ്ഡലത്തിൽ റോഡ് ഷോയുമായി LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനും. ദുർഭരണം അവസാനിക്കാൻ 26 ദിവസം മാത്രമെന്ന VD സതീശൻ. 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിൽ വരും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. ഇതിനടിസ്ഥാനം കഴിഞ്ഞ കാലത്തുണ്ടായ വിജയങ്ങളാണ്. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നും VD സതീശൻ പ്രതികരിച്ചു. ഇനി 26 ദിവസം മാത്രമേ ഉള്ളൂ. കേരളം കാത്തിരിക്കുകയാണ്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു പുതുയുഗ പിറവിക്ക് തുടക്കമിടും. ഞങ്ങൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി എന്നത് ആശ്വാസമെന്ന് മുസ്ലിം ലീഗ്. തിരഞ്ഞെടുപ്പിന് UDF സജ്ജമെന്നും ലീഗ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും പാണക്കാട് സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മലപ്പുറത്ത് പ്രതികരിച്ചു. 26 ദിവസം കാത്തിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ്.
ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസയോഗത്തിന് സമാധാനത്തിനുണ്ട്. എല്ലാവരും ഇനി ശ്രമിക്കാൻ സമയമില്ല. തെരഞ്ഞെടുപ്പ് പ്രതികളുമായിട്ട് വളരെ സജീവമായിട്ട് പോവുക. പിന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സജ്ജമായിട്ടുണ്ട്. അവസാനിക്കാൻ ഇനി 26 ദിവസം കാത്തിരുന്നാൽ മതി. അതാണ് ജനങ്ങളുടെ ഒരു സമാധാനം എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അത് ഷോർട്ടായാലപ്പോൾ നല്ലതാണല്ലോ. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. റിസൾട്ട് അറിയാൻ 1 മാസം കാത്തിരുന്നാലും തിരികെ നിർണ്ണയിക്കാൻ ഈ കേസ് വേണ്ടത്. അപ്പോൾ UDF സജ്ജമാണ്. ആരും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല മുഴുവനായിട്ട്. എല്ലാവരും പ്രോസസ്സും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടു മുൻപ് പത്തനംതിട്ടയിൽ ഉദ്ഘാടന ധൃതി. കോഴഞ്ചേരി പാലത്തിന്റെ അപ്രോച്ച് റോഡ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഉദ്ഘാടനം ചെയ്യുന്നത് പാലമാണോ അതോ റോഡാണോ എന്ന കാര്യത്തിൽ LDF-ൽ തന്നെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. നിർമ്മാണം പൂർത്തിയാകാത്ത പാലം ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാനുള്ള തന്ത്രമാണിതെന്ന് ആരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തി. കോഴഞ്ചേരിയുടെ ഒരു സ്വപ്നമാണ് ഇത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാവരുടെ അനുവാദത്തോടെ ഇനി നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഒരു നാടിൻ്റെ സ്വപ്നം നമ്മൾ ഒന്നിച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊള്ളാം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് പത്തനംതിട്ട തിരുവല്ല പാതയിലെ കോഴഞ്ചേരി പാലം അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. എന്നാൽ സംഗതി പാലം ഉദ്ഘാടനമാണോ അതോ അപ്രോച്ച് റോഡ് ഉദ്ഘാടനമാണോ എന്നതിൽ നാട്ടുകാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ സംശയമാണ്. ഉദ്ഘാടന കാര്യത്തിൽ CPM-നുള്ളിലെ ആശയക്കുഴപ്പം പോസ്റ്ററുകളിലും പ്രകടമായി. ആദ്യമിറങ്ങിയ പോസ്റ്ററിൽ പാലം ഉദ്ഘാടനം എന്നായിരുന്നുവെങ്കിൽ വിമർശനമുയർന്നതോടെ രണ്ടാമത്തെ പോസ്റ്ററിലുള്ളത് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം എന്ന് തിരുത്തി. പാലത്തിന്റെ പെയിന്റിംഗ് പണി മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് ഉദ്ഘാടനത്തിന് മുൻപ് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വിശദീകരിച്ചത്. അവിടെ ഗൃഹപ്രവേശനം എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ വീട് പൂർണ്ണമായി നിർമ്മിച്ച് എല്ലാം കഴിഞ്ഞ് ഫർണിച്ചറും ഇട്ട് ആളുകൾ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേ ഒരു വീട് ഗൃഹപ്രവേശനം നടത്താൻ കഴിയൂ എന്ന് പറയുന്നത് ശരിയല്ല. ഗൃഹപ്രവേശനം കഴിയുമ്പോഴും നമുക്ക് ചെറിയ 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 മിനുക്ക് പണികളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കോഴഞ്ചേരി പാലത്തിൻ്റെ അവിടെ ഇനി പെയിൻറ്റിങ് അല്ലേ ബാക്കിയുള്ളൂ. ബാക്കി അവിടുത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 8 വർഷമായി നിർമ്മാണം തുടരുന്ന പാലത്തിന്റെ മധ്യഭാഗത്തെ ആർച്ചുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. പണിതീരാത്ത പാലം തിരക്കിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ അരങ്ങേറുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിൽ കുറ്റപ്പെടുത്തി. അപ്രോച്ച് റോഡിന്റെ പണിയും തീർന്നില്ല, പാലത്തിന്റെ പണിയും തീർന്നില്ല. ഏറ്റവും കുറഞ്ഞത് ഇനി ഒരു 6 മാസം കൂടി എടുക്കും ഈ പാലത്തിന്റെ പണി പൂർത്തിയാകുവാൻ. കോഴഞ്ചേരിയിൽ ഒരു കോമഡി സിനിമ നടക്കുന്ന പോലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ജില്ലാ ആശുപത്രി പണി തീരാത്ത ഉദ്ഘാടനം ചെയ്യുന്നു, പണി തീരാത്ത കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കും ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇവിടെ പാലത്തിൻ്റെ പണി കഴിഞ്ഞില്ലെന്ന്. അവരത്ര ധൈര്യമുണ്ട്, ഉദ്ഘാടനം നടത്താൻ ധൈര്യമുണ്ടെങ്കിൽ അവർ ഈ പാലത്തെ കൂടെ ഒരു വണ്ടി ഓടിച്ചു കാണിക്കും. പാലം പൂർണ്ണ സജ്ജമാകുന്നതിന് മുമ്പുള്ള ഈ തിരക്കിട്ട ഉദ്ഘാടനം വരും ദിവസങ്ങളിലും ജില്ലയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭായോഗം. വാഹനപ്പിഴയിൽ 50% ഇളവ് ഏർപ്പെടുത്തി. 1857 പുതിയ അധ്യാപക തസ്തികകൾക്ക് അംഗീകാരം നൽകി. 60 വയസ്സ് കഴിഞ്ഞ് 10,000 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ നൽകും. മുതലപ്പുഴയിൽ മണൽ മൂടിയതിനെ തുടർന്ന് തൊഴിൽ നഷ്ടമായ മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം നൽകും. വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച 13 കുടുംബങ്ങൾക്ക് കൂടി വീട് വെച്ച് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2024 ഡിസംബർ 31 വരെയുള്ള എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ചുമത്തിയിട്ടുള്ള പിഴയിൽ 50% ഇളവ് അനുവദിക്കാൻ ആംനസ്റ്റി സ്കീം പുറപ്പെടുവിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ ചെല്ലാനുകൾക്ക് പിഴത്തുകയുടെ 50% ഇളവ് പ്രഖ്യാപിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. നിയമലംഘനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പിഴ മാർച്ച് 31 മുൻപ് അടച്ചു തീർക്കുമെന്ന വ്യവസ്ഥയിലാണ് ഇളവ് അനുവദിക്കുക. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1857 അധ്യാപക അധിക തസ്തികകൾ അനുവദിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് തീരുമാനം. ഇതനുസരിച്ച് സർക്കാർ സ്കൂളുകളിൽ 655 അധിക തസ്തികകളും എയ്ഡഡ് സ്കൂളുകളിൽ 1202 അധിക തസ്തികകളുമാണ് സൃഷ്ടിക്കുന്നത്. 2025 ഒക്ടോബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് അനുവദിച്ചിട്ടുള്ളത്. മുതലപ്പുഴയിൽ മണൽ മൂടിയത് കാരണം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകും. 2433 മത്സ്യത്തൊഴിലാളികൾക്ക് 91 ദിവസത്തെ തൊഴിൽ നഷ്ടത്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നത്.
വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച പുഞ്ചിരിമട്ടം, ഏറാട്ടുകുണ്ട് വില്ലേജ് റോഡ് ഉന്നതികളിലെ 13 കുടുംബങ്ങൾക്ക് വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് മാതൃകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകും. 2021 ശേഷം 60 വയസ്സ് തികഞ്ഞ 10,115 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ അനുവദിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച 4 പേരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കും. പരിക്കേറ്റയാളുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ ഹോർമുസ് കടലിടുക്ക് കടന്ന 2 LPG ടാങ്കർ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നു. 46,000 മെട്രിക് ടണ്ണിലധികം LPG വഹിക്കുന്ന നന്ദാദേവി, ശിവാലിക് എന്നീ കപ്പലുകളാണ് വിജയകരമായി ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട് അന്താരാഷ്ട്ര സമുദ്ര പരിധിയിൽ പ്രവേശിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷയിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ ശിവാലിക് നാളെയും നന്ദാദേവി മറ്റന്നാളും ഗുജറാത്ത് തീരത്ത് എത്തും. ഇന്ത്യയിലേക്കുള്ള 22 കപ്പലുകൾ നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ സുരക്ഷിതമായ ചരക്ക് നീക്കത്തിന് അവസരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇറാനുമായി ഉടൻ കരാറില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ കൈപ്പറ്റുന്നവർ യുദ്ധത്തിന് സഹായിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പില്ലെന്നും ട്രംപ് അറിയിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമെന്ന ഇറാന്റെ നിലപാട് നിർണായകമാണ്. ഇറാഖിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പൗരന്മാരോട് രാജ്യം വിടണമെന്ന് ബാഗ്ദാദിലെ US എംബസി ആവശ്യപ്പെട്ടു. NBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത വിദൂരമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ആണവ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ ഇറാൻ പിന്തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ എത്തുന്ന എണ്ണ കൈപ്പറ്റുന്ന UK അടക്കമുള്ള സഖ്യരാജ്യങ്ങൾ കടലിടുക്ക് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്കൊപ്പം യുദ്ധത്തിൽ പങ്കാളികളാകണമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ആവശ്യപ്പെട്ടു. ഇതിനിടെ ഇന്ധന പ്രതിസന്ധി ആഗോളതലത്തിൽ തന്നെ രൂക്ഷമായി തുടരവേ നിർണായക നിലപാടുമായി ഇറാനും രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അമേരിക്കയുടെ ആസ്തികളും സൈനിക ബേസുകളും മാത്രമാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നതെന്നും നിർഭാഗ്യവശാൽ അവ ഇറാന്റെ അയൽരാജ്യങ്ങളിലാണെന്നും അരാഗ്ചി കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാറായിട്ടില്ല എന്നാണ് NBCക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. ഖാർഗ് ദ്വീപിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഇറാഖിലെ US പൗരന്മാരോട് ഉടൻ രാജ്യം വിടണമെന്ന് ബാഗ്ദാദിലെ US എംബസി ആവശ്യപ്പെട്ടു. എംബസിക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പില്ലെന്നും ട്രംപ് NBCക്ക് നൽകിയ അഭിമുഖത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ US ബേസ് ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ഇറാന്റെ ആക്രമണം തുടരുകയാണ്. UAEയിലെ ഫുജൈറ തുറമുഖത്ത് ഡ്രോൺ ആക്രമണത്തിലുണ്ടായ തീപിടുത്തം ഇനിയും അണഞ്ഞിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഗൾഫ് രാജ്യങ്ങളിലെ CBSE +2 പരീക്ഷകൾ റദ്ദാക്കി. മേഖലയിലെ നിലവിലുള്ള സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പരീക്ഷാഫലം സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കുമെന്നും CBSE അറിയിച്ചു. UAE, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നടക്കേണ്ട CBSE 12ാം ക്ലാസ് പരീക്ഷകളാണ് റദ്ദാക്കിയത്. മേഖലയിൽ തുടരുന്ന സംഘർഷ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. ഇറാൻ, ഇസ്രായേൽ, US ആക്രമണം തുടങ്ങിയതിനു ശേഷം CBSE പരീക്ഷകൾ പലയാവർത്തി മാറ്റിവെച്ചിരുന്നു. ഒടുവിൽ മാർച്ച് 16 മുതൽ ഏപ്രിൽ 10 വരെ നടക്കേണ്ട +2 പരീക്ഷകൾ റദ്ദാക്കുകയാണെന്ന് ഗൾഫ് രാജ്യങ്ങളിലെ CBSE അഫിലിയേഷനുള്ള സ്കൂളുകൾക്ക് അയച്ച സർക്കുലറിൽ CBSE വ്യക്തമാക്കുന്നു. മുൻപ് മാറ്റിവെച്ച പരീക്ഷകളും റദ്ദാക്കി. പരീക്ഷാഫലം സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട 10ാം ക്ലാസ് പരീക്ഷകളും നേരത്തെ CBSE റദ്ദാക്കിയിരുന്നു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. തെറ്റിദ്ധരിപ്പിക്കുന്നതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ വിവരങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച 25 പേരെ UAEയിൽ അറസ്റ്റ് ചെയ്തു. ഇറാൻ ആക്രമണ ശ്രമം തുടങ്ങിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് പൗരന്മാർക്കും താമസക്കാർക്കും UAE കർശന നിർദ്ദേശം നൽകിയിരുന്നു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ദോഷം വരുത്താൻ ഇടയുള്ളതും ഇറാനിയൻ ആക്രമണ ശ്രമങ്ങളെ വിശദീകരിക്കുന്നതുമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസിയുടെ ഉത്തരവനുസരിച്ച് വിവിധ രാജ്യക്കാരായ 25 പേരെ UAEയിൽ അറസ്റ്റ് ചെയ്തത്.
UAE വ്യോമാതിർത്തിയിൽ ആക്രമണ ശ്രമങ്ങൾ തടയുന്നതും അത് കാണാനെത്തിയ പൊതുജനങ്ങളുടെ ദൃശ്യങ്ങളും പകർത്തുകയും ആക്രമണത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും പ്രത്യേക ഇഫക്റ്റുകൾ ചേർത്ത് ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. രാജ്യത്തിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ UAEയിൽ നടന്നതെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ദൃശ്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്തവരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. UAEയെ ആക്രമിക്കാൻ ശ്രമിച്ച രാജ്യത്തെ ഭരണ നേതൃത്വത്തെയും സൈനിക നടപടികളെയും പ്രകീർത്തിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടന്റുകൾ പ്രചരിപ്പിച്ചവരും പിടിയിലായിട്ടുണ്ട്. അറസ്റ്റിലായവരെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും പ്രാദേശിക സുരക്ഷയും മുൻനിർത്തി ഇന്ത്യ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും ഫോണിലൂടെ ആശയവിനിമയം നടത്തി. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാധ്യതകൾക്കിടയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ചർച്ചയിൽ പ്രധാന വിഷയമായി. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിനും സമാധാനം ഉറപ്പാക്കുന്നതിനും സംയുക്തമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന ഇന്ത്യയുടെ നിലപാട് ഡോക്ടർ എസ് ജയശങ്കർ ചർച്ചയിൽ ആവർത്തിച്ചു. ഇറാൻ ആക്രമണ ശ്രമത്തിന്റെ ഭാഗമായി 6 ഡ്രോണുകളും 4 ബാലസ്റ്റിക് മിസൈലുകളും ഇന്ന് പ്രതിരോധിച്ചുവെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണം തുടങ്ങി ഇന്ന് വരെ 298 ബാലസ്റ്റിക് മിസൈലുകളും 15 ക്രൂയിസ് മിസൈലുകളും 1606 ഡ്രോണുകളുമാണ് UAE നേരിട്ടത്. UAE, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ പൗരന്മാരായ 6 പേർ മരിച്ചു. ഇന്ത്യക്കാരുൾപ്പെടെ 142 പേർക്കാണ് ഇറാൻ ആക്രമണ ശ്രമങ്ങളുടെ ഭാഗമായി പരിക്കേറ്റതെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ പരമാധികാരം, സ്ഥിരത, ദേശീയ താൽപര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത പാലിക്കുമെന്നും ഏത് ഭീഷണികളെയും നേരിടാൻ പൂർണ്ണമായും സജ്ജമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി നേരിടുമെന്നും UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ പ്രത്യേക സാഹചര്യം ചൂഷണം ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് അമിത വില ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ഒട്ടേറെ സ്ഥാപനങ്ങൾക്കെതിരെ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രി ഒസാമ ബൂദായിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധനകൾ നടന്നത്. നിശ്ചിത വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കൽ, വില പ്രദർശിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തൽ, പ്രൊമോഷണൽ ഓഫറുകളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ, ഉപഭോക്താക്കൾക്ക് ബിൽ നൽകാതിരിക്കൽ, ഉൽപ്പന്നങ്ങളിൽ നിർമ്മാണ രാജ്യം രേഖപ്പെടുത്താതിരിക്കൽ മുതലായ നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ പ്രധാനമായും കണ്ടെത്തിയത്. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ഇഹ്തിഹാഫ് ഇരിക്കെ മലപ്പുറം സ്വദേശി മരിച്ചു. മലപ്പുറം ഹാജിർ പള്ളി സ്വദേശി ഷബീർ കട്ടിലാണ് മരിച്ചത്. സൈദൽവി കട്ടിൽ, ഫാത്തിമ കട്ടിൽ എന്നിവരുടെ മകനാണ്. റിയാദിലെ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ മിയ സംഘടിപ്പിച്ച നോമ്പർപ്പിക്കൽ 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ജനകീയ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ടും സംഘടന മികവ് കൊണ്ടും മികച്ചു നിന്നു. റിയാദിലെ ഫ്ലൈംകോ മാളിൽ നടന്ന പരിപാടി പ്രോഗ്രാം കൺവീനർ ഷിഹാബുദ്ദീൻ AP ആമുഖ പ്രഭാഷണം നടത്തി. ഫൈസൽ തമ്പലക്കോടൻ അധ്യക്ഷത വഹിച്ച പരിപാടി രക്ഷാധികാരി സിദ്ദിഖ് കല്ലുപറമ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം സുബൈഹാൻ റംസാൻ സന്ദേശം നൽകി. സുരേന്ദ്രൻ കൂട്ടായി, മുസ്താഖ് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. സഫീർ അലി തലാപ്പിൽ, ഫൈസൽ TMS എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിൽ നിന്നും യാത്ര തിരിച്ചു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കാനായാണ് അമ്മയുടെ യാത്ര. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും അമ്മയെ അനുഗമിച്ച് യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. ഭക്തിപൂർവമായ അന്തരീക്ഷത്തിലാണ് സംഘം അമൃതപുരിയിൽ നിന്നും യാത്ര തിരിച്ചത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് അമൃതപുരിയിൽ നിന്നുള്ള യാത്രയ്ക്ക് തുടക്കമായത്. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ അമ്മയെ അനുഗമിച്ച ഈ യാത്രയുടെ ഭാഗമായി 1200ഓളം വരുന്ന ആൾക്കാർ വരുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ആശ്രമ അന്തേവാസികളും ഭക്തരും ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. 2 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ അതിൽ ട്രെയിനിൽ ആശ്രമത്തിൻ്റെ അതേ പരിപാടികൾ അതിലുണ്ടാവും. അർച്ചന ഉണ്ടാവും, ഭജന ഉണ്ടാവും, സത്സംഗം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭക്ഷണം സർവീസ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അവിടുത്തെ കമ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി നമ്മൾ തന്നെയാണ് നോക്കുന്നത്. കംപ്ലീറ്റ് ട്രെയിൻ മാനേജ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അവർ വണ്ടി ഓടിക്കുന്നു. ബാഹ്യമായിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രമാണ് റെയിൽവേ നോക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തികച്ചും ആശ്രമം ഓൺ വീൽസ്
അങ്ങനെയായിരിക്കും അത്. അമ്മയോടൊപ്പം ഈ മഹത്തായ ആത്മീയ ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിൽ വിദേശികൾ ഉൾപ്പെടെ 1200ഓളം ഭക്തജനങ്ങളാണ് അമ്മയ്ക്കൊപ്പം അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. കായംകുളത്ത് നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലാണ് സംഘത്തിന്റെ യാത്ര. ഈ മാസം 19-നാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഉൾപ്പെടുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യവും ഉണ്ടാകും. ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം അമ്മയും ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. രാമക്ഷേത്രത്തിന്റെ 2ാം നിലയിലാണ് ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്നത്. ആത്മീയ ജാമിതീയ രൂപകൽപ്പനയിൽ ഒരുക്കിയിരിക്കുന്ന ഈ യന്ത്രം ശ്രീരാമന്റെ ദൈവിക ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അയോധ്യയിൽ എത്തിച്ചേരുന്ന അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിബേന്ദ്ര മിശ്ര എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊല്ലം. അയോധ്യ എന്നാൽ ഗുരുവിന്റെ സന്നദ്ധിയാണ്. ഗുരുവിനോടൊപ്പം ഗുരുസന്നിധിയിലേക്കുള്ള യാത്രയാണ് അമ്മയോടൊപ്പം സാധ്യമാകുന്നതെന്ന് മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ഓം അമൃതേശ്വരി നമഃ. അയോധ്യ എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാകാത്ത സ്ഥലമെന്നാണ് പറയുന്നത് അർത്ഥം. ഒരിക്കലും ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഇല്ലാത്ത നിഷ്കളങ്കരായ ആളുകൾ താമസിക്കുന്ന സ്ഥലം. അത് ഗുരുസന്നിധിയാണ്. അങ്ങനെയുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഗുരുസന്നിധിയാണ്. അപ്പോൾ ഗുരുസന്നിധിയിൽ കഴിയുന്നവരെപ്പോഴും അയോധ്യയിൽ തന്നെയാണ്. എങ്കിലും അയോധ്യയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ശ്രീരാമദേവന് ജന്മം നൽകിയ സ്ഥാനം. അവിടെ ഗുരുസന്നിധിയിൽ നിന്നും ഗുരുവിനോടൊപ്പമുള്ള ഒരു തീർത്ഥയാത്ര, അതാണിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഗുരുവിനോടൊപ്പം അയോധ്യയിലേക്ക് ഒരു തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. നമസ്കാരം. കായിക വാർത്തകൾ നോക്കാം. യുഎഫ യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനും കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും തമ്മിൽ നടക്കാനിരുന്ന ഫൈനൽ സിമ പോരാട്ടം റദ്ദാക്കി. ഖത്തറിൽ മാർച്ച് 27 നടത്താൻ നിശ്ചയിച്ചിരുന്ന മത്സരമാണ് മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് റദ്ദാക്കിയത്. മത്സരം നടത്താൻ മറ്റൊരു വേദി കണ്ടെത്താൻ ഇരു സംഘടനകളും പരാജയപ്പെട്ടപ്പോഴാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം കായിക മത്സരങ്ങളെയും ബാധിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഫോർമുല 1 പ്രേമികളെ നിരാശയിലാക്കി 2026 സീസണിലെ 2 പ്രധാന ഗ്രാൻഡ് പ്രീകൾ റദ്ദാക്കി. ഏപ്രിൽ 12 നടക്കേണ്ടിയിരുന്ന ബഹ്റിൻ ഗ്രാൻഡ് പ്രീയും ഏപ്രിൽ 19 നടക്കേണ്ടിയിരുന്ന സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീയുമാണ് റദ്ദാക്കിയത്. സുരക്ഷാ കാരണങ്ങളാലാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ 2026 സീസണിലെ ആകെ റേസുകളുടെ എണ്ണം 22 കുറഞ്ഞു. മാർച്ച് 29 നടക്കുന്ന ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ കഴിഞ്ഞാൽ മെയ് 3 നടക്കുന്ന മയാമി ഗ്രാൻഡ് പ്രീ വരെ മത്സരങ്ങളില്ല. മത്സരങ്ങൾക്കിടെ ഇങ്ങനെ ഇടവേള ലഭിക്കുന്നത് അപൂർവമാണ്. F1 പുറമെ ഫോർമുല 2, ഫോർമുല 3, F1 അക്കാദമി മത്സരങ്ങളും ഈ 2 വേദികളിലും റദ്ദാക്കിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.